മലബാർ മേഖലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം ചേളാരിയിൽ 11 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം അത് വലിയ ഭയപ്പാടോടുകൂടി അത് വീണ്ടും ആശങ്ക ഉണർത്തുന്നു. കോഴിക്കോട് അല്ലെങ്കിലും മലപ്പുറം ചേളാരിയിലെ 11 വയസ്സുകാരനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. ഈ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ 11കാരി എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 11കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇപ്പോൾ 3ആയി മാറിയിരിക്കുകയാണ്. പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരമാണ് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. തുടർന്ന് നടത്തിയ സ്രവ പരിശോധനയിലാണ് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുട്ടിക്ക് എവിടെ നിന്ന് രോഗബാധ ഉണ്ടായി എന്ന് കണ്ടെത്താൻ ആരോഗ്യ വകുപ്പ് ഈ കുട്ടിയുടെ പ്രദേശം സംബന്ധിച്ച പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ വീടിന് സമീപത്തെ പൊതുകുളത്തിൽ ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആരും കുളിക്കരുത് എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം വലിയ രീതിയിൽ ദിവസം തോറും ക്രമാതീതമായി ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്കറിയാം, ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുട്ടിയും അന്നശ്ശേരി സ്വദേശിയായ യുവാവുമായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ മറ്റൊരു കുട്ടിയും കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം അതായത് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുകയാണ്. ഈ താമരശ്ശേരിയിലെ അണിയുടെ സഹോദരന്റെ സ്രവ പരിശോധനാ ഫലം നിലവിൽ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടുന്ന് ശേഖരിച്ച ജലസാമ്പിളുകളുടെ ഫലവും നിലവിൽ ലഭ്യമാകാനുണ്ട്. വിനോദ്, തീർച്ചയായും മലബാർ മേഖലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഭീഷണിയായി നിലനിൽക്കുന്നു. ഇപ്പോൾ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും അവസാനം മലപ്പുറം ചേളാരിയിലെ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.